നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കരുത്തർ തമ്മിലാണ് ഏറ്റുമുട്ടുക. ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂളും രണ്ടാം സ്ഥാനക്കാരായ മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലാണ് ഏറ്റുമുട്ടുക. നാളെ രാത്രി ഇന്ത്യൻ സമയം 9 മണിക്ക് ലിവർപൂളിന്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. നമുക്കറിയാം, ഒരുപക്ഷെ പ്രീമിയർ ലീഗ് കിരീട ജേതാക്കളെ തന്നെ നിർണയിച്ചേക്കാവുന്ന ഒരു മത്സരം കൂടിയായിരിക്കും ഇത്. ഈ സീസണിന് ശേഷം ലിവർപൂളിന്റെ പരിശീലക സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ യുർഗൻ ക്ലോപ്പ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലോപ്പും പെപ്പും അവസാനമായി പ്രീമിയർ ലീഗിൽ വെച്ചുകൊണ്ട് ഏറ്റുമുട്ടുന്ന ഒരു മത്സരം കൂടിയാണിത്. ഇവിടെ അതിനുശേഷം FA കപ്പിൽ ഇരുവരും മുഖാമുഖം വരാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. ഏതായാലും ക്ലോപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ പെപ്പ് ഗാർഡിയോള പറഞ്ഞിട്ടുണ്ട്. അതായത്, പരിശീലക സ്ഥാനത്തേക്ക് ക്ലോപ്പ് ഉടൻ തന്നെ തിരിച്ചെത്തും എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പരിശീലക സ്ഥാനം ഒഴിയാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അധികം വൈകാതെ തന്നെ അദ്ദേഹം പരിശീലക സ്ഥാനത്തേക്ക് തിരിച്ചെത്തും. അദ്ദേഹം ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നു. ആ പാഷൻ ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ടാണ് പരിശീലക സ്ഥാനം ഒഴിയുന്നത് എന്നതിൻ്റെ കൃത്യമായ കാരണം അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ ഞങ്ങൾ ഇരുവരും ഇത് അവസാനമായാണ് ഏറ്റുമുട്ടുന്നത്. ഒരുപക്ഷെ FA കപ്പിൽ ഇനിയും മുഖാമുഖം വന്നേക്കാം. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആൻഫീൽഡിൽ വെച്ചുകൊണ്ട് ക്ലോപ്പിനെതിരെ വിജയിക്കുക എന്നുള്ളത് പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അതൊരു ബാലി കയറാ മല തന്നെയാണ്. കാരണം ഇതുവരെ 8 തവണയാണ് പെപ്പ് ലിവർപൂളിനെ ആൻഫീൽഡിൽ വെച്ചുകൊണ്ട് നേരിട്ടിട്ടുള്ളത്. അതിൽ ഒരൊറ്റ വിജയം മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 സമനിലയും 5 തോൽവികളും പെപ്പിന് ആൻഫീൽഡിൽ വെച്ചുകൊണ്ട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.